DGP അന്വേഷണത്തിൻ്റെ ചുമതലക്കാരനായിട്ടുണ്ടല്ലോ. ADGPയുടെ മുകളിലല്ലേ DGP റാങ്ക് കൊണ്ട്? DGP ഉണ്ടല്ലോ. ആര് പറഞ്ഞു? അത് നിങ്ങൾ പറയല്ലേ. ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഒരു വർഗീയ നിലപാട് വെച്ച് പുലർത്തുന്നവരെയും പോലീസ് സേനയിൽ വെച്ച് പൊറുപ്പിക്കില്ല. 100-ലധികം ആളുകളെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്തത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തല്ലേ? ഇതിനു മുൻപ് എത്ര ആളുകൾ എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ് സേനയിൽ? എന്തേ UDFൻ്റെ കാലത്ത് അത്തരത്തിൽ ഒരു സിംഗിളായിട്ടുള്ള ഒരാളെയെങ്കിലും ഡിസ്മിസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഡിസ്മിസ് ചെയ്യാൻ, സസ്പെൻഡ് ചെയ്യല്ല, പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്യാൻ 100-ലധികം ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ സർക്കാരാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും വർഗീയ മനോഭാവം വെച്ച് പുലർത്തുന്നവരെ സേനയിൽ നിർത്തണമെന്ന് താല്പര്യമുണ്ടാവില്ല. അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു, തെളിവ് സഹിതം പറയപ്പെട്ടു, ഞാനടക്കമുള്ളവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് എനിക്കുറപ്പാണ്. എന്തിനാ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റുന്നത്? ആകെ മാറ്റേണ്ട ഒരാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമായിട്ട് എന്തിനാണ് മാറ്റുന്നത്? അന്വേഷണ റിപ്പോർട്ട് വരുമല്ലോ. വിത്തിൻ ഡേയ്സ് ഇറ്റ് വിൽ കം. അല്ല, സുജിത് ദാസിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ടല്ലോ. കാരണം PV അൻവറുമായി സുജിത് ദാസ് സംസാരിച്ചത് എല്ലാവരും കേട്ടു. PV അൻവർ MLA കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ രക്ഷിക്കണം, എനിക്കെതിരെ പരാതി കൊടുക്കരുത്. ഒരു MLAയോട് ഒരു IPS ഓഫീസർ, ഒരു മുൻ SP അല്ലെങ്കിൽ അന്നത്തെ SP, അതിന് ശേഷമാണ് അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. RSSുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു കാരണവശാലും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പാടില്ല. വെയിറ്റ്, നിങ്ങളിപ്പോൾ നമ്മളൊരു സാധനം ഇപ്പോൾ ഒരു പാലം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാലം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. പണ്ട് CH മഹേഷെ പറയാം, ഇവിടെ പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹം RSS നേതാക്കളെ കണ്ടത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ആരും ന്യായീകരിച്ചിട്ടില്ല. അതിനെ വ്യക്തിപരമെന്നോ ഔദ്യോഗികമെന്നോ രണ്ടാക്കി തിരിക്കാൻ സാധിക്കില്ല. അതിന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. RSS നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല, SDPI നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രധാനമായും അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ RSS ബന്ധം, മുഖ്യമന്ത്രിയുടെ RSS ബന്ധം, ശശിയുടെ RSS ബന്ധം, സാമ്പത്തിക തട്ടിപ്പ് മുതൽ PR ഏജൻസി വരെ എത്തി നിർത്തിയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അപ്പോൾ അദ്ദേഹത്തോട് പകുതി യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ പിന്നെ പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന് എണ്ണി പറ പ്രശാന്ത്, പറ. നമ്പർ 1, ജില്ലാ സെക്രട്ടറി RSS ബന്ധമുള്ളയാളാണ്. ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം. അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. EN മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ. അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായേക്കാം. എന്നാൽ അദ്ദേഹം ഒരു RSSകാരനാണ് എന്ന നിലയിൽ പറയാൻ എനിക്ക് കഴിയില്ല. ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 18 വർഷം 19 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ട്. ആ 19 വർഷത്തെ ബന്ധത്തിനിടയിൽ എനിക്കങ്ങനെ ഒന്ന് ഫീൽ ചെയ്തിട്ടേ ഇല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ശശിയുടെ RSS ബന്ധം എന്ന് പറഞ്ഞു, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്, ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം, ആ സമീപനം എങ്ങനെ ഉണ്ടായതാണ് എന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു കഴിഞ്ഞു.
ഇതേ കാര്യം തന്നെയാണ് കൊരമ്പയിൽ അഹമ്മദ് ഹാജി, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, എന്നോട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത്. അപ്പം ഞാൻ പാലൊളിയുടെ പ്രസ്താവന വന്നപ്പോൾ ഓർത്തത് കൊരമ്പയിൽ അഹമ്മദ് ഹാജി അന്ന് പറഞ്ഞ കാര്യമാണ്. കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും AV അബ്ദുറഹിമാൻ ഹാജിയും അന്ന് സഖാവ് നായനാരെ പോയി കണ്ടു, സംസാരിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ പാലൊളി മുഹമ്മദ് കുട്ടിയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന സംശയം തീരുകയാണുണ്ടായത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലായി. അപ്രതീക്ഷിതമായ ഒരു ആരോപണവും CPM-നെ പിടിച്ചു കുലുക്കുകയുമായിരുന്നു. താങ്കളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച, താങ്കൾ പറഞ്ഞതുപോലെ MLA ആവാൻ, മന്ത്രിയാവാൻ സഹായിച്ച ഒരു പാർട്ടിയാണ് CPM. ആ ഒരു സാഹചര്യത്തിൽ അതിൽ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കേണ്ട താങ്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എനിക്ക് ചിലത് പറയാനുണ്ട്, എനിക്ക് ചില കാര്യത്തിൽ യോജിപ്പുണ്ട്, ചിലതിനോട് യോജിക്കുന്നെന്ന് പറഞ്ഞ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും അൻവറിനെ സഹായിക്കുന്ന ഒരു നിലപാട് തുടക്കത്തിൽ സ്വീകരിച്ചു എന്ന് തോന്നുന്നു. ഇല്ല. ഞാൻ അൻവറിനോട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളത് പറഞ്ഞോളൂ എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല അൻവർ എന്ന് പ്രശാന്തിന് അറിയാമല്ലോ. എന്നെയും ശരിക്കും പ്രശാന്തിന് അറിയാം. ഞാനും അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ അല്ല. എനിക്കും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പ്രകടിപ്പിക്കും. മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയും, പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തോട് പറയും. അതിലൊന്നും ഒരു തരത്തിലുള്ള പിശുക്കും കാണിച്ചിട്ടില്ല.